യാത്രയാണ് ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. അവരുടേതായ രീതികളും തനിമയുമുണ്ട് എന്നാണ് ഓരോ യാത്രയും എന്നെ പഠിപ്പിക്കുന്നത്. ഇതാ, ഈ പട്ടണപ്രദേശവും ഇവിടുത്തെ ജനങ്ങളും അവരുടേതായ ജീവിത തിരക്കിലാണ്. ഓരോന്നും അതിൻ്റേതായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. ജനങ്ങളും വാഹനങ്ങളും. പട്ടണങ്ങളുടെ ഓരോ പ്രാന്തപ്രദേശത്ത് എത്തുമ്പോഴും ഞാൻ വെറും കാഴ്ചക്കാരൻ മാത്രമാണ്. അകലെ നിന്ന് കാണുക, തിരിച്ചറിയുക, പഠിക്കുക, അത് നിങ്ങളുമായി പങ്കുവയ്ക്കുക. പറഞ്ഞില്ലല്ലോ, ഇത് എടക്കര. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ നിലമ്പൂർ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പ്രദേശം. 1963 രൂപീകൃതമായ എടക്കര പഞ്ചായത്ത് വനപ്രദേശങ്ങളാൽ സമ്പന്നവുമാണ്. നാനാജാതി മതസ്ഥർ താമസിക്കുന്ന പ്രദേശമാണെങ്കിലും കൂടുതലും മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെടുന്നവരാണ് ഈ എടക്കരയിൽ. കിഴക്ക് വഴിക്കടവ് മുത്തേടം, പടിഞ്ഞാറ് ചുങ്കത്തറ പോത്തുകല്ല്, തെക്ക് മൂത്തേടം പോത്തുകല്ല്, വടക്ക് ചുങ്കത്തറ വഴിക്കടവ് എന്നീ പഞ്ചായത്തുകളാണ് അതിര്. പതിവ് പോലെ ഒരു യാത്രയുടെ ഇടവേളയിലാണ് ഞാൻ. എറണാകുളം ജില്ലയിലെ മഞ്ഞപ്ര ഹോളിക്രോസ് ദേവാലയത്തിൽ നിന്നുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ. എനിക്ക് എത്തിച്ചേരേണ്ട ദേവാലയത്തിലേക്ക് ഇനിയും അല്പദൂരം ബാക്കി. ഇനി യാത്ര തുടരാം. ഓരോ യാത്രയിലും തിരിച്ചറിയാൻ കഴിയുന്നത് വലിയ ദൈവമഹത്വം തന്നെയാണ്. അവിടുന്നാണ് എന്നെ വഴിതെറ്റാതെ നയിക്കുന്നത്. ഈ യാത്ര കടന്നു പോകുമ്പോൾ മനസ്സിൽ നിറയുന്നത് സങ്കീർത്തകന്റെ വാക്കുകളാണ്. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിതാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്കും വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളമെത്തുന്നു. അവിടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്നും മണവാളനെന്ന പോലെ സൂര്യൻ അതിൽ നിന്നും പുറത്തുവരുന്നു. മല്ലനെപ്പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു. അവന്റെ ഓട്ടത്തിന്റെ പ്രകാശത്തിലാണ് എന്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും യാത്രയും. ദൈവമേ, അങ്ങേക്ക് മഹത്വം.
എടക്കര കവലയിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഉയർന്നു നിൽക്കുന്ന ഒരു വിശുദ്ധ ദേവാലയത്തിന് മുമ്പിൽ. സെന്റ് ജോസഫ്സ് ചർച്ച്, നരിവാലമുണ്ട, മാനന്തവാടി. ദേവാലയത്തിന്റെ മുഖവാരം. ഏറ്റവും മുകളിൽ മാർത്തോമാ കുരിശ്. നടുവിൽ സർവരെയും അനുഗ്രഹിക്കുന്ന ഈശോയുടെ രൂപം. പിയാത്ത. ഈശോയുടെ ഉത്ഥാനം എന്നീ ചിത്രീകരണങ്ങൾ മുഖവാരത്തിൽ. മുൻവശത്തെ കൽവിളക്കും കരിങ്കൽ കുരിശും. പള്ളിയോട് ചേർന്ന് മുൻവശം സ്ഥാപിച്ചിട്ടുള്ള പരിശുദ്ധ മാതാവിന്റെ ഗ്രോട്ടം. ഇതൊരു ഫൊറോന ദേവാലയമോ എടുത്തു പറയത്തക്ക വലിയ ചരിത്ര പശ്ചാത്തലമോ ഉള്ള പള്ളിയല്ല. എന്നാൽ ഇത് മലബാർ കുടിയേറ്റത്തിന്റെ ഭാഗമായുള്ള കുടിയേറ്റ മക്കളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാൽവരി മലയാണ്. ഉയർന്നു നിൽക്കുന്ന ഈ ദേവാലയം പരിശുദ്ധ മാതാവിനെ കിരീടം ധരിപ്പിക്കുന്ന ചിത്രീകരണം ഇടതുവശം ഭിത്തിയിൽ. ഈശോയുടെ തിരുവിലാവിൽ സ്പർശിക്കുന്ന തോമാശ്ലീഹ വലതുവശം ഭിത്തിയിൽ. സഹ്യന്റെ മടിത്തട്ടിൽ നീലഗിരിയുടെ താഴ്വരയിൽ വഴിക്കടവ് പഞ്ചായത്തിൽ വിളങ്ങി നിൽക്കുന്ന ഈ നരിവാലമുണ്ട വിശുദ്ധ യൗസേപ്പിതാവിന്റെ പള്ളി സീറോ മലബാർ സഭയുടെ മാനന്തവാടി രൂപതയിൽ ഉൾപ്പെടുന്നതാണ്. സാധാരണക്കാരും കൃഷിക്കാരുമായ ഇവിടുത്തെ ഇടവക സമൂഹം ചങ്ങനാശ്ശേരി, പാല, കോട്ടയം, തൊടുപുഴ, ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും 1950 മുതൽ കുടിയേറി മഴയോടും മലമ്പനിയോടും മാരക രോഗങ്ങളോടും പോരാടി കാട് വെട്ടിത്തെളിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മരക്കുരിശും കൈകളിലേന്തി നരിവാലമുണ്ടയുടെ വളക്കൂറുള്ള മണ്ണിൽ തങ്ങളുടെ വിയർപ്പ് തുള്ളികൾ കൂട്ടിച്ചാലിച്ച് പടുത്തുയർത്തിയതാണ് ഈ വിശുദ്ധ ദേവാലയം, ഈ നരിവാലമുണ്ട പള്ളി. ഒരു ബലിയർപ്പണത്തിന്റെ വിശുദ്ധിയോടെ ഇടവക മക്കൾ ഭവനങ്ങളിലേക്ക് തിരിക്കുമ്പോൾ ദേവാലയത്തിനകത്ത് പ്രവേശിക്കുന്നു ഞാൻ. വിശാലമായ
പരിശുദ്ധി നിറഞ്ഞ ഉൾത്തറം. മദ്ബഹയിലും എടുത്തു പറയത്തക്ക കമനീയ കാഴ്ചകളോ വർണ്ണങ്ങളോ ഇവിടെയില്ല. വിശുദ്ധിയുടെ വെണ്മയാണ് മദ്ബഹയെ അലങ്കരിക്കുന്നത്. ഈശോയുടെ ജനനത്തിന്റെ ഗ്ലാസ് പെയിന്റിംഗ്, നടുവിൽ ക്രൂശിത രൂപം, സക്രാരി, വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കപ്പെടുന്നിടം. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മാതൃകയിലാണ് ഇവിടുത്തെ സക്രാരി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദിവ്യകാരുണ്യമേ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. സ്നാപക യോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഈശോ, സ്വർഗാരോഹണം എന്നീ ചിത്രീകരണങ്ങൾ മദ്ബഹയ്ക്ക് മുകളിൽ. വലതുവശം ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ രൂപക്കൂട്. വിശുദ്ധ തോമാസ്ലീഹായുടെ തിരുസ്വരൂപം. വിശുദ്ധ അൽഫോൻസാമ്മ. അൾത്താര, അനുദിന ബലിയർപ്പണം നടക്കുന്നതിവിടെ. ഓരോ ബലിയും അനുഷ്ഠിക്കപ്പെടുമ്പോൾ അത് സൃഷ്ടദൈവത്തിനു മുന്നിലെ ഇടവക സമൂഹത്തിന്റെ ആത്മാർപ്പണമായി മാറുന്നു. മറുഭാഗം പരിശുദ്ധ മാതാവിന്റെ രൂപക്കൂട്. വിശുദ്ധ യൂദാ തദേവൂസ്. വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപവും ഇവിടെ കാണാം. ഇടവകയിലെ ഓരോ ശിശുവും ജ്ഞാനസ്നാനപ്പെടുന്നത് ഇവിടെ, ഈ മാമോദീസാ തൊട്ടിയിൽ. കുരിശുമരം കുരിശിന്റെ വഴിയുടെ ഈ ചിത്രീകരണവും ദേവാലയത്തിലായിരിക്കുമ്പോൾ ഓരോ വിശ്വാസിയിലും പ്രാർത്ഥനയുടെ വലിയ ചൈതന്യവും തീഷ്ണതയുമാണ് പ്രദാനം ചെയ്യുന്നത്. മണ്ണിൻ പള്ളിയകത്തെ തിരുവത്താഴ ചിത്രീകരണം. ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇവിടെ എത്തുന്നവർക്ക് സൗകര്യപ്രദമായ പ്രാർത്ഥനാ സഹായം ഒരുക്കുന്നു. ഇവിടുത്തെ സമതലമല്ലാത്ത ഭൂമിയിലൂടെ നടന്നെത്തുന്ന പ്രായമായവരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നരിവാലമുണ്ടയിലെ ആദ്യത്തെ പള്ളിയും ആദ്യത്തെ വിശുദ്ധ ബലി അർപ്പണവും നടന്നത് ഇന്ന് ദേവാലയം സ്ഥാപിതമായിരിക്കുന്ന ഇവിടെയല്ല എന്നാണ് ഇവിടത്തെ ചരിത്രം സൂചിപ്പിക്കുന്നത്. സീറോ മലബാർ സഭയിലെ
മാനന്തവാടി രൂപതയിൽപ്പെട്ട നിലമ്പൂര് മണിമോളി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഇടവകയാണ് നരിവാലമുണ്ട ഇടവക. 310 കുടുംബങ്ങളും 1600ഓളം കുടുംബാംഗങ്ങളുമാണ് ഈ ഇടവകയിൽ ഉള്ളത്. 1961 മുടപ്പയ്യ ഭാഗത്ത് ഒരു ചാപ്പൽ രൂപപ്പെടുകയും അവിടെ മാസത്തിലൊരിക്കൽ കുർബാനയും ഞായറാഴ്ചകളിൽ വേദപഠന ക്ലാസുകളും ഒക്കെ തുടങ്ങി പോന്നിരുന്നു. തിരുവിതാംകൂറിലെ കോട്ടയം, പാല, ചങ്ങനാശ്ശേരി, തൊടുപുഴ, മൂവാറ്റുപുഴ, അതേപോലെ എറണാകുളം ജില്ലയിലെ ആലുവ പ്രദേശങ്ങളിൽ നിന്നും കുടിയേറി മലപ്പുറം ജില്ലയുടെ കിഴക്ക് ഭാഗമായ മണിമൂളി, മുടപ്പൊയ്ക, നെരുവാലമുണ്ട, നായ്ക്കൻകൂളി, മാമാങ്കര എന്നീ പ്രദേശത്തേക്ക് ഞങ്ങളുടെ പൂർവികർ ഏകദേശം 1955 മുതൽ 62 കാലങ്ങളിൽ കുടിയേറി പാർക്കുകയും അങ്ങനെ ആദ്യകാലത്ത് കുടിയേറിയവർക്ക് കടുത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടിവിടെ. കാട്ടുമൃഗങ്ങളോട് മല്ലിട്ട് വിളകൾ സംരക്ഷിക്കുക ദുഷ്കരമായിരുന്നു. മലമ്പനി പിടിപെട്ട് ആദ്യകാല കുടിയേറ്റക്കാരിൽ ചിലർ മരണമടഞ്ഞു. റോഡുകളും പാലങ്ങളും ഇല്ലാതിരുന്നതിനാൽ യാത്രയും ഏറെ ക്ലേശകരമായിരുന്നു. ദേവാലയങ്ങളോ കപ്പേളകളോ ഇല്ലായിരുന്നു. കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാലയങ്ങളും. ഭൂമിയുടെയും അതിർത്തിയുടെയും പേരിൽ ആക്രമണങ്ങളും സ്പർദ്ധയും ഉണ്ടായിട്ടുണ്ട് അക്കാലത്ത്. മരണത്തിന്റെ നിഴലിൽ ജീവിച്ചിരുന്ന ഈ കുടിയേറ്റ ജനതയ്ക്ക് താങ്ങും തണലുമായി അക്കാലത്ത് പ്രവർത്തിച്ചത് തലശ്ശേരി രൂപതയാണ്. 1960 കാലം മുതൽ തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള മണിമൂളി ഫൊറോന പള്ളിയിലാണ് ഈ പ്രദേശത്തെ ആളുകൾ വിശ്വാസപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ പോയിരുന്നത്. കിലോമീറ്ററുകൾ ദൂരം നടന്നുള്ള യാത്ര ദുഷ്കരമായിരുന്നു. അതിന് ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്നു. അതിനെ തുടർന്ന് 1963 മുടപ്പൊയ്കയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിൽ ഒരു കപ്പേള സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് മാസത്തിലൊരിക്കൽ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഞായറാഴ്ച തോറും മതബോധനം നടത്തി വരികയും ചെയ്തുവെന്നും ചരിത്രം. വർഷങ്ങൾക്ക് ശേഷം മാമാങ്കര ഭാഗത്ത് ആളുകൾ സൗകര്യാർത്ഥം ഒരു പള്ളിക്ക് വേണ്ടി ഒരു ഷെഡ് കെട്ടുകയും അവിടെ 1 വർഷത്തോളം കുർബാനയും ആത്മീയ കാര്യങ്ങളൊക്കെ നടത്തിപ്പോരുകയും ചെയ്തിരുന്നു. ദിവ്യകാരുണ്യമായി നാഥനണയുമ്പോ എന്തോരാനന്ദം, ഉള്ളിവാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം, കാഴ്ചയായും ഹൃദയനോവുകൾ കേകിടും നിരാ അപ്പമായി മുറിയുന്ന സ്നേഹമേ യേശുവേ. ദിവ്യകാരുണ്യമായി നാഥനണയുമ്പോ എന്തോരാനന്ദം, ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം.
ഹൃദയവീതിയിൽ നിൻ പാദം പതിഞ്ഞിടുമ്പോ സ്നേഹമേ ആത്മനോവുകൾ ധന്യമായിടും. ഹൃദയതന്ത്രിയിൽ നാദമായി നീ അണഞ്ഞിടുമ്പോ ജീവനിൽ നിന്റെ നാമം മാത്രമായിടും. നീ വരുമ്പോൾ എന്റെയുള്ളം സ്നേഹമായി മാറും. കാരുണ്യമായി നാഥനടയുമ്പോ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം. ഹൃദയവാതിൽ തുറന്നു ഞാൻ കാത്തു നിന്നീരാ. നീ തൊടുമ്പോൾ ഹൃദയ നൊമ്പരം പോയി മറഞ്ഞിടും. അരികിലെന്നും കാവലായി നീ വരേണമേ. നീ വരുമ്പോൾ എന്റെ ജന്മം ധന്യമായി തീരും. ഭാഗ്യമേ എന്റെയുള്ളിൽ നീ നിറഞ്ഞിടും. കാരുണ്യമായി നാഥനടയുമ്പോ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം. കാഴ്ചയായും ഹൃദയനോവും ഏകിടുന്നിതാ. അപ്പമായി മുറിയുന്ന സ്നേഹമേ യേശുവേ. കാരുണ്യമായി നാഥനടയുമ്പോ എന്തോരാനന്ദം ഉള്ളിൽ വാഴുവാനവൻ നാവിലലിയുമ്പോ എന്തോരാമോദം. നരിവാലമുണ്ടയിൽ ആദ്യത്തെ ചാപ്പൽ സ്ഥാപിക്കപ്പെട്ടത് ഈ റബ്ബർ തോട്ടത്തിന് നടുവിൽ. കൂടുതൽ ചരിത്രവും കാഴ്ചകളും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, ദേവാലയങ്ങളിലൂടെ, ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി. പിൻ 680309. ഫോൺ 8606420099 9148027000893.